സമാധാനപരമായി പ്രകടനം നടത്തുന്നതിന് പകരം ആവശ്യമില്ലാത്ത കലക്ടറേറ്റിനകത്ത് കയറി ബഹളം വെച്ചുകൊണ്ടല്ലേ പോലീസ് ലാത്തിച്ചാർജ് ചെയ്ത്? ഫസ്റ്റ് ബാച്ചിനെ അറസ്റ്റ് ചെയ്ത ഉടനെ ബാക്കിയുള്ളവർ ഒന്നായിട്ട് അകത്തേക്ക് തള്ളിക്കയറി. അപ്പോഴാണ് കുഴപ്പമുണ്ടായത്. അങ്ങനെ തള്ളിക്കയറിയവരെ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതായിരുന്നു. അതെങ്ങനെ ഇളകാതിരിക്കും? 10,000 മരണം കണ്ടവരാണ് ഇവിടുത്തെ ജനങ്ങള്. അവരെ ഇളകാതിരിക്കോ? ആരിളകിട്ട് എന്താ? നാട് മുഴുക്കി നടക്കുന്ന ഈ സമരവും ബഹളവും കണ്ടിട്ടും ഇതുവരെ മന്ത്രി കോയിന്നൊരു ഇളക്കുണ്ടായില്ലോ. ഇളകും. ഈ ജനരോഷം കണ്ടില്ലെന്ന് വെച്ച് ചുമ്മാ ഇരിക്കാൻ ഒരു ഗവൺമെന്റിനും കഴിയില്ല. നാളെയല്ലേ അവർ റിലേഷൻ കമ്മിറ്റി കൂടുന്നത്? അതെ. ചാരായ ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങൾ പ്രക്ഷോഭം കൂട്ടുകയും അക്രമം കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് ഇവിടുത്തെ പോലീസിന്റെ ചുമതലയാണ്. അല്ലാതെ ഈ നാട്ടിലെ ക്രമസമാധാനം പാലിക്കേണ്ടത് എന്റെ മന്ത്രിയെ സ്ഥാനപ്രശ്നമാക്കിക്കൊണ്ടല്ല. ഇവിടെ പാലമിട്ടും അണക്കെട്ട് തകർന്നും റെയിൽ അപകടത്തിലും ആളുകൾ മരിച്ചിട്ടില്ലേ? അതിനൊന്നും ബന്ധപ്പെട്ട മന്ത്രിമാരെ ആരും നീക്കം ചെയ്തിട്ടില്ലല്ലോ. കത്തിത്തീർന്ന ബീഡിക്കുറ്റി പോലെ എന്റെ മന്ത്രിയെ വലിച്ചെറിയാനാണ് ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമെങ്കിൽ നന്ദി കേട്ട നിങ്ങളെ ഒതുക്കാൻ ഞങ്ങളിൽ ഇല്ല. ഈ കൂട്ടുമന്ത്രിസഭയെ നിലനിർത്താൻ ഞാനും എന്റെ പാർട്ടി നൽകിയ പിന്തുണ ഇവിടെ വെച്ച് പിൻവലിക്കുന്നു. പക്ഷെ വേണു, ഞങ്ങൾക്കിനി ഒന്നും കേൾക്കണ്ട. ഗോവിന്ദൻ ചേട്ടാ വാ. നിങ്ങളുടെ നാറിയ ഭരണം ഇതോടെ. എന്ത് തോന്നിയാസാണ് വേണു നീ കാണിച്ചത്? നിന്റെ ഒരു തുക്ര മന്ത്രിക്ക് വേണ്ടി മന്ത്രിസഭ വീഴ്ത്തിയിട്ട് നീ എന്ത് നേടി? ലക്ഷങ്ങൾ മുടക്കി ഞാൻ ഒതുക്കിയ ചാരായ കേസ് അന്വേഷണം വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യും? അത് സംഭവിക്കില്ല. പ്രതിപക്ഷവുമായി ചേർന്ന് ഞങ്ങളൊരു പുതിയ മന്ത്രിസഭയുണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെങ്ങനെ? 132 പേരിൽ 60 MLA-മാരെ പ്രതിപക്ഷത്തുള്ളൂ. ഇനി നിങ്ങൾ 5 പേര് കൂടെ ചേർന്നാലും 65 ആകുന്നുള്ളൂ. 2 സ്വതന്ത്രന്മാർ നിങ്ങൾക്ക് പിന്തുണ നൽകും എന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? മിസ്റ്റർ കരുണാകരൻ, ഞാനൊരു വിഡ്ഢിയാണെന്ന് കരുതരുത്. അവരുടെ ഉറപ്പ് വാങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്തുണ പിൻവലിച്ചത്. ഇനി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. സ്വതന്ത്രന്മാർ 2 പേർക്കുമായി കൊടുക്കാമെന്ന് 20 ലക്ഷം രൂപ ഞാൻ ഉടനെ ഉണ്ടാക്കണം. ഇത്രയും വലിയ തുക വേണു എന്തിനേറ്റു? മുഖ്യമന്ത്രി എന്ന നിലയിൽ അതെന്റെ ചുമതലയാണ്. അപ്പൊ വേണു അല്ല, സാറാണ് മുഖ്യമന്ത്രി. അവർ സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാതെ? പ്രതിപക്ഷത്ത് ചൊറിയും കുത്തിയിരുന്നവർക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതുകൊണ്ടല്ലേ ഇന്ന് ഭരണത്തിൽ പങ്കാളികളെങ്കിലും ആവാൻ കഴിഞ്ഞത്. അത് ശരിയാണ്. സ്വപ്നത്തിൽ പോലും ഇതുപോലൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചതല്ല. അപ്പോ വേണു സാറ് മുഖ്യമന്ത്രിയാകുന്നു. കുതിരക്കച്ചവടത്തിന്റെ കണക്ക് തീർത്ത ശേഷം 20 ലക്ഷം രൂപയല്ലേ സാറ് കൊടുക്കേണ്ടത്? അത് ഞങ്ങൾ ഉണ്ടാക്കും. സ്വതന്ത്രന്മാരെ 2 പേരെയും വേണു ചാക്കിട്ടത് കാശ് കൊടുത്ത. പക്ഷേ ജോർജും രാഘവനും മന്ത്രിസഭയിൽ ഇല്ലെന്നാ കേട്ടത്. എങ്കിൽ അവർക്ക് തുക കൂട്ടി ഒരു ഓഫർ കൊടുക്കാമായിരുന്നല്ലോ. നേതാക്കന്മാരെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. നാട് ഭരിച്ച ക്ഷീണം തീർക്കായിരിക്കും. സഖാവിരിക്കും. എന്തിന്? ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായില്ലേ? കണ്ട ഊച്ചാരികളോട് കൂട്ടുചേർന്ന് അവരൊക്കെ നമ്മുടെ വോട്ടും കൊടുത്ത് ജയിപ്പിച്ച് തോൽവി പോലെ ഭരിക്കാൻ വിട്ടിട്ട് ഇപ്പോഴെന്തുണ്ടായി? ഇനിയെങ്കിലും ഈ അധികാരമോഹം ഒന്ന് അവസാനിപ്പിക്കും. ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിച്ചെല്ലും. നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ജനവിശ്വാസം വീണ്ടെടുക്കും. ഇല്ലെങ്കിൽ പുന്നപ്രയിലും വയലാറിലും വടക്കേ മലബാറിലും ചോരയൊഴുക്കി ജീവനൊടുക്കിയ രക്തസാക്ഷികൾ നിങ്ങളോട് പൊറുക്കില്ല. ഈ നാട് നിങ്ങളോട് ക്ഷമിക്കില്ല. ആരൊക്കെ മന്ത്രിമാരെ? സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. എന്നാണ് സത്യപ്രതിജ്ഞ? എനിക്ക് ഓടൊന്ന് ജയിപ്പിച്ച് എന്റെ നാട്ടുകാരെ കണ്ട് അവരുടെ അനുഗ്രഹാശികൾ വാങ്ങിച്ചതിന് ശേഷം. ഒന്ന് മാറിക്കണം. മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ എന്തൊക്കെയാണ്? അതെങ്കിലും ഒന്ന് പറയും. ഞങ്ങൾ കോഴിക്കോട് പോകുന്നു പറഞ്ഞില്ലേ? എല്ലാം മടങ്ങി ഒന്ന് പ്രസ് കോൺഫറൻസിൽ വെച്ചാൽ വരണം സാർ. ഒന്ന് മാറി നിൽക്കണം മിസ്റ്റർ. ഇവനേതാടാ പുതിയ ശിങ്കിടി? ഭാസ്കറിന് മനസ്സിലായില്ലേ? ഇതല്ലേ പ്രസിദ്ധ ചാരായ കരുണാകരൻ. ഓ, 7 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തി. നാളെ അത് പറ്റില്ലല്ലോ. 500 കാറുകളുടെ അകമ്പടിയോടെയല്ലേ നമ്മൾ പുറപ്പെടുന്നത്. അത് ഇവിടെ നിന്ന് പുറപ്പെടുമ്പോ വഴിക്ക് വെച്ച് ചേരുന്ന വാഹനങ്ങളടക്കം തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ 2000 വാഹനങ്ങൾ കാണും. അത്രയ്ക്ക് ആർഭാടങ്ങളൊക്കെ വേണോ മിസ്റ്റർ കരുണാകരൻ? തീർച്ചയായും വേണം. അതിനല്ലേ നമ്മൾ ധൃതിപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. മിസ്റ്റർ വേണുവിന്റെ അരിയിട്ട് വായിച്ച് ഈ നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. നമ്മുടെ വാഹനജാഥ തിരുവനന്തപുരത്തെ കിടിലം കൊള്ളിക്കണം.
എന്താ സഖാവി? ഈ നാട് ഭരിക്കാൻ പോകുന്ന പുതിയ മന്ത്രി ഒന്ന് കാണാൻ. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നും ഒരു ദീർഘയാത്ര കഴിഞ്ഞ് ഒന്നിറങ്ങിയാട്ടെ. എന്തിനാ? അങ്ങക്ക് വോട്ട് തന്ന് ജയിപ്പിച്ച നാട്ടുകാരെ കണ്ട് അനുഗ്രഹാശിസുകൾ വാങ്ങാൻ അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വിവരം ഞങ്ങൾ റേഡിയോയിൽ കേട്ടു. അത് തരാൻ കാത്തു നിൽക്കുന്നവരാണിവർ. ഇറങ്ങടാ പുറത്ത്. നിന്നെ വിശ്വസിച്ച് നിനക്ക് വോട്ട് തന്ന് ജയിപ്പിച്ച വോട്ടർമാരാണിവർ. ഇവരെ വഞ്ചിച്ച് ചേരി മാറി കൂറുമാറി നീ കാര്യം മാറിയാൽ ആ കാര്യം ഞങ്ങൾ വെട്ടിമുറിക്കും. നീ പൊയ്ക്കോ. എല്ലാരും മാറിക്കൊടുത്തേ. മുഖ്യമന്ത്രി വേട്ടെ, മുഖ്യമന്ത്രി. റൗഡിസത്തെ റൗഡിസം കൊണ്ട് നേരിടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഇങ്ങനൊരു സന്ദർഭമായതുകൊണ്ട് മാത്രമാണ് വളരെ വിഷമിച്ചാണെങ്കിലും ഞാൻ സംയമനം പാലിച്ചത്. അത് നന്നായി. ഏതായാലും ഇക്കാര്യം പോലീസിനെ അറിയിച്ചേക്കാം. കൃഷ്ണപിള്ളയുടെ വായടയ്ക്കാനാണെങ്കിൽ അയാളുടെ ശ്വാസം നിലയ്ക്കണം. അപ്പോ പോലീസിൽ അറിയിക്കണ്ട. വേണ്ട, അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. വരൂ, നമുക്കൊന്ന് കഴിക്കാം. ഇവിടെ മാറ്റമല്ലാതെ മാറ്റാൻ പറ്റാത്തതായി മറ്റൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്നാൽ ആ പരിവർത്തനം ആദ്യം നടക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ്. അത് കണക്കിലെടുക്കാതെ എടുത്തു ചാടിയാൽ ദോഷമായിരിക്കും ഫലം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ, അവർക്ക് വെട്ടൊന്ന് തുണ്ടെന്നാണ്. അല്ല, സഖാവൊന്നും കഴിച്ചില്ലല്ലോ. ആ മുക്കിലെ ചായക്കട അടച്ചിട്ടുണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. പക്ഷേ ചേട്ടാ, ചേട്ടാ, ശ്രീദേവി, ചേട്ടാ, ആപത്താണ്. അദ്ദേഹം അയച്ച ആളുകൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് ചേട്ടൻ രക്ഷപ്പെടണം. ഓഹോ, കരുണനെ ഏറ്റെടുത്തോ? ഇനിയും താമസിക്കരുത്, വേഗം ഇവിടെ നടന്നു. ശ്രീദേവി, എന്റെ ജീവന് നീ ഇത്രയേറെ വില കൽപ്പിച്ചു. ശരി, ഞാൻ രക്ഷപ്പെട്ടോളാം. ശ്രീദേവി പോയിക്കോളൂ, നടക്കൂ.